ജെഇ നീറ്റ് പോലത്തെ എൻട്രൻസ് പരീക്ഷകൾ എഴുതി റാങ്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയം അതിൻ്റെ പുറകെ പോയാൽ ബോർഡ് എക്സാമിന് മാർക്ക് കുറയുമോ എന്നൊരു പേടിയുണ്ട്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഓരോ എൻട്രൻസ് എക്സാംസിനും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അതിൽ വഴി നല്ല കോളേജിൽ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുകൂടാതെ ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജീസും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സ്ട്രാറ്റജിയിലേക്ക് നേരെ കയറി കിടക്കുന്നതിന് മുമ്പ് ഓരോ എൻട്രൻസ് എക്സാംസിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയിൽ എല്ലാ എൻട്രൻസ് എക്സാംസ് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികൾ എഴുതുന്ന എൻട്രൻസ് എക്സാംസ് നീറ്റ്, ജെഇ ആൻഡ് കീം ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ എക്സാംസിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഈ എക്സാംസിനെ പറ്റി വളരെയധികം ധാരണ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് നേരെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാവുന്നതാണ്. ആദ്യം നമുക്ക് നീറ്റ് എക്സാമിനെ പറ്റി നോക്കാം. അപ്പോൾ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ഈ നീറ്റ് എക്സാം. ഇതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഥവാ എയിംസിലൊക്കെ സീറ്റ് തീരുമാനിക്കപ്പെടാം. ഈ എക്സാമിന്റെ പ്രത്യേകതകൾ, ഫസ്റ്റ് ഇത് ഓഫ്ലൈൻ എക്സാം ആയിരിക്കും, പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരിക്കും ഉണ്ടാവുക, ഓൺലൈൻ എക്സാം അല്ല. നെക്സ്റ്റ് ഡ്യൂറേഷൻ ടോട്ടൽ 3 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും. ആ 3 മണിക്കൂറിൽ 180 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ പ്രകാരം കമ്പൽസറി ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 1 മിനിറ്റ് വീതം കിട്ടുള്ളൂ. ടോട്ടൽ മാർക്സ് 720 വരിക. MCQ എക്സാം ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഇതിലൊരെണ്ണം മാത്രമേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ 4 മാർക്കും, റോങ് ആയി കഴിഞ്ഞാൽ -1 മാർക്സും, എഴുതിയില്ലെങ്കിൽ 0 മാർക്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എക്സാമിന്റെ പാറ്റേൺ ഉള്ളത്. ഇനി ഈ എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക? നിങ്ങളുടെ +1, +2 സിലബസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും. ഇനി നമ്മൾ വെയിറ്റേജ് നോക്കിയാൽ ഫിസിക്സിൽ 45 ചോദ്യങ്ങൾ, കെമിസ്ട്രിയിൽ 45 ചോദ്യങ്ങൾ, ബയോളജി രണ്ടും കൂടി ചേർന്നിട്ട് 90 ചോദ്യങ്ങൾ. അപ്പോൾ ഒബ്വിയസ്ലി ബയോളജിക്ക് വെയിറ്റേജ് ഡബിൾ ആണ് മറ്റേ രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അങ്ങനെയായിരിക്കും 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 720 മാർക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഈ 720 ഏതാണ്ട് എത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക? അപ്പോൾ ഇതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷവും എക്സാമിന് ഡിഫിക്കൽട്ടി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും ഈ കട്ട് ഓഫ് മാർക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടത് മിനിമം ഒരു 630+ മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 630+ മാർക്സ് കിട്ടുകയാണെങ്കിൽ ഒരു ആവറേജ് ഡിഫിക്കൽട്ടി നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ, നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഈ എക്സാം കുറച്ചുകൂടി ടഫ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2025 നീറ്റ് കുറച്ചുകൂടി ടഫ് ആയപ്പോൾ ഇതിന് കട്ട് ഓഫ് കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 550, 560 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടും. നേരെ മറിച്ച് എക്സാം ഭയങ്കര ഈസി ആണെങ്കിൽ ഈ 630 എന്ന് പറയുന്ന നമ്പർ 650 വരെ പോവാം. പക്ഷേ നിങ്ങൾ എയിം ചെയ്യേണ്ട മിനിമം ഒരു 630 മാർക്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ജെഇ എക്സാം ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആയ NITs, IITസിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ജെഇ. ജെഇ 2 തരം ജെഇ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ജെഇ മെയിനും ഉണ്ട്, ജെഇ അഡ്വാൻസ്ഡ് ഉണ്ട്. നിങ്ങൾക്ക് ജെഇ മെയിൻ വഴി NITസിലേക്കാണ് കയറാൻ പറ്റുക. നിങ്ങൾക്ക് IITസിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ജെഇ മെയിൻ എഴുതണം, അത് ക്വാളിഫൈ ചെയ്യണം. പിന്നെ ജെഇ അഡ്വാൻസ്ഡ് എഴുതണം. ആ ജെഇ അഡ്വാൻസ്ഡ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് IIT തീരുമാനിക്കപ്പെടുക. ഇതിൽ ആദ്യം നമുക്ക് ജെഇ മെയിൻ്റെ കാര്യം നോക്കാം. കാരണം ജെഇ അഡ്വാൻസിന് മുമ്പ് നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ജെഇ മെയിൻ. ജെഇ മെയിനിൽ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ്, മോഡ് ഓഫ് എക്സാമിനേഷൻ ഇപ്പം ഓൺലൈൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനിലായിരിക്കും ഉണ്ടാവുക. ഈ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ സംസാരിക്കുന്ന ജെഇ മെയിൻ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ളതാണ്. ആർക്കിടെക്ചറിന് വേറെ വേർഷൻ ഉണ്ട്, അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഡ്യൂറേഷൻ 3 hours ആണ് നീറ്റ് പോലെ തന്നെ. ക്വസ്റ്റ്യൻസ് കുറവാണ് നീറ്റിനെക്കാളും, 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടൈം അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. പെർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 minutes 24 seconds കിട്ടുന്നതായിരിക്കും. ടോട്ടൽ 300 മാർക്സ് ആണുള്ളത്. MCQs ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റൻ ചെയ്തിട്ട് അതിന് ആൻസർ നമ്പർ, ഫോർ എക്സാമ്പിൾ 3 6 34 ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ കറക്റ്റ് ചോദ്യത്തിന് 4 മാർക്ക്, റോങ് ചോദ്യത്തിന് നീറ്റ് പോലെ തന്നെ -1 മാർക്സ് ആയിരിക്കും ഉണ്ടാവും. ഈ ഒരു പരീക്ഷയിലുള്ള സിലബസ് നിങ്ങൾ മനസ്സിലാക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണുള്ളത്. അപ്പോൾ അവിടെ ബയോളജി ആയിരുന്നുള്ളത്, ഇവിടെ മാത്തമാറ്റിക്സ് ആണുള്ളത്. വീണ്ടും സിലബസ് +1 +2 സിലബസ് തന്നെയാണുള്ളത്. ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നോക്കിയാൽ എല്ലാം ഈക്വൽ തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മാത്തമാറ്റിക്സ് ആണ് പൊതുവേ ജെഇയിൽ കുട്ടികൾക്ക് ടഫ് ആവാറുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു NITയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാർക്സ് ആണ് എയിം ചെയ്യേണ്ടത്? നിങ്ങൾ മിനിമം ഒരു 180 മാർക്സിന് നിങ്ങൾ എയിം ചെയ്തിരിക്കണം. ഒബ്വിയസ്ലി ഇവിടെയും എക്സാമിന്റെ ഡിഫിക്കൽറ്റി അനുസരിച്ച് ഈ ഒരു കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഡീസെന്റ് NITയിൽ ഡീസെന്റ് ബ്രാഞ്ച് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ, ജനറൽ കാറ്റഗറിയും കൂടിയാണെങ്കിൽ നിങ്ങൾ 180+ മാർക്സ് ആണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. അപ്പോൾ ജെഇ മെയിൻ്റെ കാര്യം തീരുമാനിച്ചു. പക്ഷേ ജെഇ മെയിൻ വഴി നിങ്ങൾക്ക് ഒരിക്കലും IITയിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. IITയിൽ അഡ്മിഷൻ കിട്ടണം നിങ്ങൾ ജെഇ അഡ്വാൻസ് എന്ന് പറഞ്ഞ എക്സാം എഴുതണം. അപ്പോൾ ജെഇ അഡ്വാൻസിന്റെ പാറ്റേൺ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈൻ എക്സാം തന്നെയാണ്. ജെഇ അഡ്വാൻസിന് 2 പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം രണ്ടും കൂടി ചേർന്നിട്ട് 6 മണിക്കൂർ പരീക്ഷയാണ്. അപ്പോൾ 2 സെഷൻ ആയിട്ടായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുക. ക്വസ്റ്റൻസ് അറൌണ്ട് 102 ക്വസ്റ്റൻസ് ആണ്. അറൌണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു പാറ്റേൺ ഫിക്സ്ഡ് അല്ല, ഓരോ വർഷവും മാറും. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റൻസ് ഉള്ളത്. ടൈം പെർ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കൂടുതലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടിയും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ എപ്പോഴൊക്കെ ടൈം കൂടുതൽ നിങ്ങൾ കാണുന്നോ അപ്പോഴൊക്കെ ഡിഫിക്കൽട്ടി കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പൊതുവേ അങ്ങനെയാണ്.
ടോട്ടൽ മാർക്സ് അറൌണ്ട് 360 ആണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി 360 ടോട്ടൽ മാർക്സിലാണ് നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് MCQs ഉണ്ടാവുന്നതായിരിക്കും. 4 ഓപ്ഷൻ തരും, ഒരെണ്ണം കറക്റ്റ് ആണ്. മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും. അതായത് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഒരെണ്ണം മാത്രം കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 1 കറക്റ്റ് ആയിരിക്കും, 2 കറക്റ്റ് ആയിരിക്കും, 3 കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആണ്, കാരണം നിങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് JEE അഡ്വാൻസ് പൊതുവെ ഡിഫിക്കൽട്ട് ആവുന്നത്, ഈ സമയം കൂടുതൽ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും, മെട്രിക്സ് മാച്ചിങ് ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതിലും ഫിക്സ്ഡ് പാറ്റേൺ ഒന്നും ഇല്ല. ചിലപ്പോൾ വേണമെങ്കിൽ നാളെ JEE അഡ്വാൻസുകാർക്ക് ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സർപ്രൈസ് ഒക്കെ JEE അഡ്വാൻസ് ഇടയ്ക്കിടയ്ക്ക് തരുന്നതായിരിക്കും. പിന്നെ മാർക്കിങ്ങും വേരിയബിൾ ആണ്, അങ്ങനെ +4 -1 നിർബന്ധമില്ല, അത് അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. എങ്കിൽ പോലും ഈ ഒരു 360 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണ്ടി വരും ഒരു നല്ല IITയിൽ ഡീസെന്റ് ആയിട്ടുള്ള ബ്രാഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് എയിം ചെയ്യേണ്ട ഒരു മാർക്ക് ഒരു 150+ മാർക്സ് ആണ്. അതായത് പകുതിയിലും താഴെ മാർക്ക് നിങ്ങൾ സേഫ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വഴി IITയിൽ കയറാവുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി പരീക്ഷ ടഫാണോ? പരീക്ഷ വളരെ ടഫാണ്. പക്ഷേ പരീക്ഷയിൽ ഫുൾ മാർക്കോ അല്ലെങ്കിൽ 90% സ്കൂളിലെ പരീക്ഷ പോലെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പകുതിന് മുകളിൽ ഒരു 50% അല്ലെങ്കിൽ 60% വാങ്ങിച്ചാൽ ഈസി ആയിട്ട് നല്ലൊരു IITയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ JEEന്റെ കാര്യം തീരുമാനമായി. ലാസ്റ്റ് നമുക്ക് നോക്കേണ്ട പരീക്ഷയാണ് കീം. അപ്പോൾ കീം എക്സാം എല്ലാ കേരളത്തിലെ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. നീറ്റ് എക്സാം എഴുതുന്നവരും JEE എഴുതുന്നവരും ഒക്കെ എഴുതുന്ന ഒരു പരീക്ഷയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ്. എഞ്ചിനീയറിംഗ് അല്ലാത്ത കോഴ്സിന് ഈ പരീക്ഷ എഴുതാം, പക്ഷേ പൊതുവേ കുട്ടികൾ എഴുതാറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. റീസെൻ്റ്ലി ഇത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ വീണ്ടും നീറ്റ് പോലെ തന്നെ 3 hours തന്നെയാണ്. 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. പെർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 minute 12 seconds കിട്ടുന്നതായിരിക്കും. 600 മാർക്സിനായിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. MCQs തന്നെയായിരിക്കും ഉണ്ടാവുക. +4 -1 ആ രീതിയിൽ തന്നെയാണുള്ളത്. കീം എക്സാമിന്റെ സിലബസ് നമ്മൾ നോക്കാം. സിലബസിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, 75 ക്വസ്റ്റൻസ് ആയിരിക്കും മാത്തമാറ്റിക്സിൽ ഉണ്ടാവുക. ഫിസിക്സിൽ 45, കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി വെയിറ്റേജ് ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ കീം എക്സാമിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റൻസിന് ഡിഫിക്കൽട്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ മാത്തമാറ്റിക്സും ഫിസിക്സും ആണ് ടഫ് ആവാറുള്ളത്. ലാസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ഒക്കെ അത്യാവശ്യം ടഫായിരുന്നു. നീറ്റിന്റെ ഏതാണ്ട് ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കീം എക്സാമിന്റെ പേപ്പർ. അപ്പോൾ ഈ കീം എക്സാം എഴുതി കേരളത്തിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടണമെങ്കിൽ എത്ര സ്കോർ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം അത് കുറച്ച് ട്രിക്കിയാണ്. കാരണം ഈ കീം എക്സാമിൽ നിങ്ങൾക്ക് 600-ൽ എത്ര സ്കോർ കിട്ടുന്നുള്ള കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ +2 പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുള്ള കാര്യം, ഈ 2 കാര്യവും ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ അഡ്മിഷനെ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കോളേജ് കിട്ടുക. ഇതിൽ 50-50 വെയിറ്റേജ് ആണ് ഈ കീമിന്റെ സ്കോറിനും അതുപോലെ +2ന്റെ സ്കോറിനും. അപ്പോൾ നമുക്ക് അസംഷന് വേണ്ടിയിട്ട് തൽക്കാലം അസ്യൂം ചെയ്യാം നിങ്ങളുടെ +2 സ്കോർ 90% ആണ്. +2 സ്കോർ 90% മുകളിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് നേടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കീം എക്സാമിൽ നിങ്ങൾ മിനിമം ഒരു 380 മാർക്സ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. ഇനി ഒബ്വിയസ്ലി ഇതിൽ നല്ല നല്ല ബ്രാഞ്ച് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 450 ആ റേഞ്ചിൽ കിട്ടേണ്ടി വരും. പക്ഷേ അല്ലെങ്കിലും 600-ൽ ഈ 380, 400 മാർക്സ് കിട്ടാമെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒന്ന് വിചാരിച്ച് +1, +2 വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്കോറൊക്കെ നിങ്ങൾക്ക് നേടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻട്രൻസ് എക്സാംസിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തുള്ള ചോദ്യം, ഈ ബോർഡ് എക്സാമിൻ്റെ പഠനവും അതുപോലെ എൻട്രൻസ് എക്സാമിൻ്റെ പഠനവും നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവിടെ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? NCERT ബേസ്ഡ് കണ്ടന്റും ക്ലാസ്സസുമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ എക്സാമിൻ്റെയും സിലബസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ മാത്സ് അല്ല ബയോളജി. അതിൻ്റെ തന്നെ സിലബസ് എന്ന് പറഞ്ഞാൽ +1, +2ൻ്റെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ് സിലബസ്. ബേസ് സിലബസിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? NCERT ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് അഥവാ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക? സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ് തന്നെയാണ്. ഇനി എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ആദ്യം തരാൻ പോകുന്ന ക്ലാസ് ഈ ക്ലാസ് തന്നെയാണ്. ഈ ക്ലാസ്സാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ്? ഒന്ന്, നിങ്ങൾക്ക് ബോർഡ് എക്സാം ക്ലിയർ ചെയ്യാൻ ഈ ക്ലാസ് എന്തായാലും വേണം. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, എൻട്രൻസിന് വേണ്ടിയുള്ള എക്സ്ട്രാ ക്വസ്റ്റൻസും ഇനി വരാൻ പോകുന്ന ഓരോ സ്റ്റെപ്പ് പഠിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കിയാലേ അതൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെ അതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് സത്യം. അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള NCERT ക്ലിയർ ചെയ്യണം എന്നാണ് സത്യം. ഇനി ഇതിനു വേണ്ടി NCERT ഇരുന്ന് വായിക്കണമെന്നുള്ള കാര്യം കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് ഓരോ എക്സാമിന് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇവിടത്തോടെ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നടന്നു പോകും. ബോർഡ് എക്സാമിന് വേണ്ടി എക്സ്ട്രാ നിങ്ങൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതിനുവേണ്ടി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോൾ. വേണമെങ്കിൽ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി സ്ഥിരമായി ചെയ്യുന്ന PYക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് സത്യം. ക്വസ്റ്റൻസ് വരിക ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ക്വസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ പഠിക്കുന്ന ഒരു തിയറി ഉണ്ടെങ്കിൽ ആ തിയറി ശരിയാണോ തെറ്റാണോ ഏതാണ് ശരി എന്നല്ല ചോദിക്കാൻ പോകുന്നത്. ആ തിയറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു
ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ഉണ്ടാവും. ഫിസിക്സിൽ F=ma എന്ന് പറഞ്ഞ ഫോർമുലയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ F=ma ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ഉണ്ടാവും. ഇപ്പോൾ m തരും, a തരും, അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയും. അത്ര സിമ്പിൾ ഒരിക്കലായിരിക്കില്ല, പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ആ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നിങ്ങൾ ഓൾറെഡി കോച്ചിങ്ങിന് വല്ലതും പോകുന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് ക്ലാസ്സിൽ അതായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നല്ല നല്ല ബുക്സ് അവൈലബിൾ ആണ്, അത് വാങ്ങുക, അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അതിന് ഈ തിയറി നിങ്ങൾ ആദ്യം ക്ലിയർ ആയിരിക്കണം, അല്ലാണ്ട് നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് സത്യം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഈ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസിന് ടൈപ്പുകളാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കോച്ചിങ് ക്ലാസ്സിൽ പോകുകയാണെങ്കിലും നിങ്ങളൊരു ബുക്ക് ജസ്റ്റ് പഠിക്കുകയാണെങ്കിലും അവിടെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ തിയറിയുടെ ടൈപ്പ് ഇങ്ങനെ കാണിച്ചു തരും. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം ക്ലാസ്സിലും അത്രേ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് നീറ്റും ജെയും ഈ കീമൊക്കെ കിട്ടുന്ന ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ധാരാളം എന്ന് പറയുമ്പോൾ ഡെയിലി നിങ്ങൾ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലൂടെയാണ് നിങ്ങളുടെ ഈ സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് ബേസിക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടോ നിങ്ങളുടെ സ്കോർ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ധാരാളം പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ്. വീണ്ടും അത് നിങ്ങൾ ഓൾറെഡി ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോച്ചിങ് മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നുണ്ട്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാന്നുള്ളൂ. അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ അഗ്രസീവ്ലി പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സമയങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ ഞാൻ അസ്യൂം ചെയ്യാണ് നിങ്ങൾ +1 കടന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ +2 കടന്ന കുട്ടിയാണെങ്കിൽ ഇനീഷ്യൽ സമയത്ത്, അതായത് നിങ്ങളുടെ സ്കൂളുകളൊക്കെ ജസ്റ്റ് തുടങ്ങുന്നുള്ളൂ, ആ ഒരു സ്ലോ മൂഡിൽ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം നിങ്ങൾ പഠിക്കേണ്ടത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്നതിലുപരി നിങ്ങൾ തന്നെ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുക, ഓ ഇതാണല്ലേ സംഭവം, അപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കിയാൽ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. പല കുട്ടികൾക്കും പ്രശ്നം എന്ന് വെച്ചാൽ അവർ അവസാനമാണ് ഇത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് തോന്നും, അയ്യോ ഇങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് അപ്പം മനസ്സിലാവും. ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കല്ല, നിങ്ങൾക്ക് തന്നെ അത് ബോധ്യം വരണം. ബോധ്യം വരണമെങ്കിൽ അഗ്രസീവ്ലി ആദ്യം പഠിക്കണം. ഇതിൽ വേറൊരു കാരണം ഉള്ളതെന്ന് വെച്ചാൽ ആദ്യമാണെങ്കിൽ അഗ്രസീവ്ലി പഠിക്കാൻ സമയമുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ ഓണ പരീക്ഷ, യൂണിറ്റ് ടെസ്റ്റ്, അത് പിന്നെ ബോർഡ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ സമയമാണെങ്കിൽ സ്കൂളിൽ കുറച്ച് സ്ലോ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം എൻട്രൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, ആദ്യം തന്നെ പഠിച്ചു കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കാം. ലാസ്റ്റ് കാര്യമാണ് ഈ സ്കൂൾ എക്സാം. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വലിയ ഉണ്ടാവില്ല. എന്താണ് സാർ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ സ്കൂളിലെ പോലെ മെല്ലെ പഠിച്ചു പോകാം, എക്സാമൊക്കെ അടുക്കുമ്പോഴത്തേക്കും പഠിച്ചു പോകാം എന്നുള്ള ആ ഒരു ധാരണയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും സ്കൂളിലെ പരീക്ഷകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. യൂണിറ്റ് ടെസ്റ്റ്, ഓണം എക്സാം, ആ എക്സാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോക്കസ് അവിടേക്കാവും. കാരണം ആ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയാൽ വീട്ടിൽ ചീത്ത കിട്ടില്ലേ, അല്ലെങ്കിൽ പ്രശ്നമല്ലേ, മൊത്തത്തിൽ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രശ്നമാവില്ലേ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ട് പോകും. ആ ഫോക്കസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്ക സമയത്തും പറ്റുകയെന്ന് വെച്ചാൽ ആ ഫോക്കസ് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകും. അതിൽ ഞാൻ കുറ്റം പറയില്ല, കാരണം സ്കൂളിലെ പരീക്ഷയിൽ മാർക്ക് വാങ്ങണം. പക്ഷേ ആ ഫോക്കസ് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസ് എന്ന് പറഞ്ഞ ഡ്രീം അവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്കൂൾ എക്സാംസ് വരുമ്പോഴും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പരിപാടി നിങ്ങൾ അഗ്രസീവ്ലി നേരത്തെ ചെയ്തു വെക്കുക എന്ന് മാത്രമല്ല, സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റ്, ഓണ പരീക്ഷ പോലത്തെ പരീക്ഷകൾ വരുമ്പോഴും നിങ്ങൾ ഉറപ്പാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻട്രൻസിൻ്റെ പഠനം മുടങ്ങാൻ പാടില്ല. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂർ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ എക്സാം വരുന്ന സമയങ്ങളിൽ അല്ല അതിൻ്റെ തൊട്ട് മുൻപൊക്കെ നിങ്ങൾ ആ ടൈം കുറച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും പഠിച്ചാൽ മതി. ബേസിക്കലി ലോജിക് എന്താ വെച്ചാൽ നിങ്ങൾ അതിനോട് ടച്ചിൽ ഇങ്ങനെ നിൽക്കണം. ആ ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും, അത് ഭയങ്കര ഡീമോട്ടിവേഷൻ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വേണ്ടാന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം എന്തിനാ വെറുതെ ഞാൻ കഷ്ടപ്പെടുന്നു, ഈ സ്കൂളിൽ വരെ പരീക്ഷയിലും പഠിച്ചാൽ പോരെ എന്ന് തോന്നിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻലി ആ ഡ്രീം ഉണ്ടെങ്കിൽ ഈ ടച്ച് വിടാതിരിക്കാൻ നോക്കുക. അത് എന്തുകൊണ്ടാണെന്ന് സയൻറ്റിഫിക്കലി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടച്ച് വിട്ടുപോയുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഈ 5 ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് സത്യം. ഇനി ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ മെല്ലെ നിങ്ങൾക്ക് തോന്നി തുടങ്ങും, ഈ എൻട്രൻസ് എക്സാമിനാണോ ബോർഡ് എക്സാമിനാണോ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ തന്നെ ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ബോർഡ് എക്സാമിനാണ്. അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന്. ഇതിൻ്റെ അർത്ഥം പ്രയോറിറ്റി കൂടുതൽ ബോർഡ് എക്സാമിന് കൊടുക്കണമെന്നല്ല, ആദ്യം കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യം തീർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പരിപാടി അവിടെ തീർന്നു. അപ്പോൾ ഇത് ക്ലിയർ ആക്കണം, ഇത് ഞാൻ തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി. ഇത് ചെയ്യാതെ ഇതിലെ കുറച്ച് പകുതി, ഇതിലെ പകുതി അങ്ങനെ എല്ലാം അങ്ങനെ ഒരു കുഴച്ച് മറിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കിട്ടില്ല എന്നാണ് സത്യം. രണ്ടിലും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം ആദ്യം ക്ലിയർ ആക്കുക.
ഞാൻ കൃത്യമായി ഓരോ ചാപ്റ്ററിൻ്റെ NCERT ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം അല്ലെ ഇതിലും ബാച്ചിലോ ട്യൂഷൻ ക്ലാസ്സിലോ ജോയിൻ ചെയ്തതിന് അവിടെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നുള്ള കാര്യം അത് ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഓവർ അല്ല വേണ്ട രീതിയിൽ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി ആഡ് ഓൺ ആയിട്ട് വേണം എൻട്രൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഇവിടെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല പ്രയോറിറ്റി കൂടുതൽ ഇതിന് കൊടുക്കണം, ആദ്യം അതിന് ചെയ്യണം എന്നാണ്. അത് ആ ലോജിക്ക് മനസ്സിലാക്കണം. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ +1 +2 നിങ്ങളുടെ ജേർണിയിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ബാക്ക് പോക്കരുത്. അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്വൈസ് ഇല്ലേ, ആദ്യം ബോർഡ് എക്സാമിൻ്റെ പഠിച്ചു തീർക്കണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നിട്ട് മതി ഈ എൻട്രൻസിന് പരിപാടി. അത് ചെയ്യരുതെന്ന് പറയും ചിലർ. അങ്ങനെ ബാക്കപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അതിന് വേണ്ടി എൻട്രൻസിന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യില്ല, അപ്പോൾ നമുക്ക് എൻട്രൻസ് കിട്ടില്ല എന്നൊക്കെ. അങ്ങനത്തെ അഡ്വൈസ് നിങ്ങൾ എന്തായാലും ഒന്നെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ എല്ലാം നിങ്ങൾ കേൾക്കും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് ഏറ്റവും ഇമ്മച്വർ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. ഒരിക്കലും ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യരുത്. അതിന് 2 കാരണങ്ങളുണ്ട്. ആ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കാം. ഫസ്റ്റ് കാര്യം, ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണോ? ഒരിക്കലും അല്ല. എത്ര നിങ്ങൾ പഠിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഭയങ്കര പഠിപ്പിസ്റ്റ് ആണെങ്കിലും ഭയങ്കര മോട്ടിവേറ്റഡ് ആണെങ്കിലും ഭയങ്കര ബുദ്ധി ഉണ്ടെങ്കിലും ഈ എൻട്രൻസ് എന്ന് പറയുന്ന പരീക്ഷ കിട്ടാൻ പോകുന്നത് എത്ര ശതമാനം കുട്ടികൾക്കാണ്? നമ്മൾ ഡേറ്റ നോക്കാം. നമ്മൾ ജെഇൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ജെഇ മെയിൻസ് പരീക്ഷ എഴുതി അവസാനം IIT കയറുന്ന കുട്ടികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1.2% ഉള്ളൂ. 1% കുട്ടികളുള്ളൂ. 100 പേര് എഴുതിയാൽ ഒരു കുട്ടിയെ ഈ പരീക്ഷ ക്ലിയർ ആവുള്ളൂ. നീറ്റിനെ നോക്കിയാൽ 2.77%. അപ്പോൾ ഗവൺമെൻറ് കോളേജ് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും എടുക്കാൻ പാടില്ല ശരിക്കും. അപ്പോൾ 2% എന്നൊക്കെ അസ്യൂം ചെയ്താൽ മതി. 100 കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് ഈ പരീക്ഷ കിട്ടാമെന്നുള്ളൂ. അത് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. എല്ലാവരും നന്നായിട്ട് പഠിച്ചാലും ഈ 2% ആകുന്ന തന്നെ നിൽക്കും. അതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ നേച്ചർ. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കൊടുക്കണം. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ 10ാം ക്ലാസ് വരെ പഠിച്ച ലൈഫിലോ അല്ലെങ്കിൽ +1 പഠിച്ച ലൈഫിലോ ഈ ലൈഫിൽ നിങ്ങൾ ഈ 1%-നുള്ളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? അല്ലെ പോട്ടെ, ഒരു ടോപ്പ് 5 സ്റ്റുഡൻസിനുള്ളിൽ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗുഡ് ചാൻസ്, നല്ലൊരു ചാൻസ് ഉണ്ട്. വന്നിട്ടില്ലെങ്കിൽ ചാൻസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആവരുത്. ഇതിൽ ഞാൻ വരുന്നത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ജേർണിയിൽ ഒരിക്കലും നിങ്ങളുടെ 1%-ലോ 10%-ലോ പോലും വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, നിങ്ങൾക്ക് അതിന് കഴിവില്ല എന്നല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആവരുത്. ഇതെനിക്ക് കിട്ടും, ഞാൻ ബോർഡ് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ വാങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ട്രാപ്പിലേക്കായിരിക്കും വീഴുന്നത്. അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വാശിയായിരിക്കും. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചിലർക്ക് വാശിയാവും. നല്ലതാണ്, അതിനെ ഞാൻ ഡിസ്കറേജ് ചെയ്യില്ല. വാശി നിങ്ങൾക്ക് വരുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ റിയാലിറ്റി മനസ്സിലാക്കണം എന്നുള്ള കാര്യം എപ്പോഴും തലയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻട്രൻസിന് വേണ്ടി പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. ഇതിനു വേണ്ടി പ്രയത്നം കുറയ്ക്കണമെന്ന് പറഞ്ഞു ഇല്ല. പറഞ്ഞത് എന്താണ്? ബോർഡ് എക്സാമിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, അതിലെ മാർക്കിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഈ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ബോർഡ് എക്സാം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്തായാലും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ലൈഫിൽ തരും. കാരണം നിങ്ങൾ ലോജിക്കലി മനസ്സിലാക്കിയാൽ മതി. ഈ 1% 2% കുട്ടികൾ മാത്രമേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ല. ബാക്കി പലരും പല കാര്യങ്ങളും നല്ല കോഴ്സും പഠിച്ച് നല്ല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഈ കുട്ടികളെ പഠിച്ച കുട്ടികളെക്കാളും നന്നായിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡിബേറ്റ് ചെയ്യാൻ വരുന്നില്ല. പക്ഷേ ഇവിടെ ഇത് എൻഡ് ഓഫ് സ്റ്റോറി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കി കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഓപ്ഷൻ നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ അത്യാവശ്യം മാർക്ക് വേണം. അതാണ് സത്യം, അതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ബാക്കപ്പ് ഇല്ലാതെ, അതായത് ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എൻട്രൻസിന് മാത്രമേ ഫുൾ ഓൺ ആയിട്ട് പഠിക്കരുത്, മണ്ടത്തരാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, വേറെ കാര്യമുണ്ട്. നിങ്ങൾ ചില ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കണ്ടല്ലോ, ഓൾ ഇന്ത്യ റാങ്ക് 1, 2 അവരുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അവർ പറയും എനിക്ക് ബാക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ ഞാൻ ഇത് മാത്രം വിചാരിച്ച് പഠിച്ചു, എന്ത് ബോർഡ് എക്സാം സ്കൂളിൽ പോലും പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സർവൈവർഷിപ്പ് ബയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് അങ്ങനെ ബാക്കപ്പ് ഒന്നും ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഥയെ നിങ്ങൾ കേൾക്കുള്ളൂ. അങ്ങനെ ബാക്കപ്പ് ഒന്നും വെക്കാതെ സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവേ. ഞാനൊരു ബാക്കപ്പും ചെയ്യുന്നില്ല, ബോർഡ് എക്സാം വേണേ നോക്ക്, എന്നിട്ട് മാർക്ക് കിട്ടിയില്ല, എൻട്രൻസ് എക്സാമിന് മാർക്ക് കിട്ടാതെ അല്ലെങ്കിൽ റാങ്ക് കിട്ടാത്ത ഒരു കുട്ടിയുടെ കഥ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കേൾക്കൂല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം എന്താണ്? എപ്പോഴും കഥ പറയാൻ ബാക്കിയുള്ള ആരായിരിക്കും? ആ സർവൈവ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ 100%, അതായത് ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത്, ബാക്കപ്പ് വേണ്ടാന്ന് സ്ട്രാറ്റജി ഫോളോ ചെയ്ത 100% കുട്ടികളിൽ ആ ഒരു 1%-ന്റെ അല്ലെ 0.1%-ന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇവരുടെ നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബയസും മനസ്സിലാക്കുക. കാരണം ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങുന്ന 2 വാങ്ങുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാക്കപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മെൻ്റൽ എബിലിറ്റിയും അതുപോലെ പഠിക്കാനുള്ള എബിലിറ്റിയും ഒക്കെ വേറെ ലെവലിലായിരിക്കാം.
പക്ഷെ അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്പിൽ, ഈ ഒരു ബയസിൽ നിങ്ങൾ പെട്ടു എന്നുള്ള കാര്യം അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ പോലും നിങ്ങൾ വിചാരിക്കരുത് ബോർഡ് എക്സാമിന് ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് ഫുൾ ഓൺ ഞാൻ എൻട്രൻസ് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങളുടെ ഇതുവരെയുള്ള അക്കാഡമിക് ലൈഫിൽ നിങ്ങൾ പെർഫോം ചെയ്ത ഒരാളാണെങ്കിൽ ഇതിൽ എക്സെപ്ഷൻസ് വരുത്താം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ അത് എക്സെപ്ഷൻ ആണ്, അത് റൂൾ അല്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കാര്യം, അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് എങ്ങനെ എൻട്രൻസ് എക്സാംസും ബോർഡ് എക്സാംസും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ബോർഡ് എക്സാമിന് പഠിക്കണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ബോർഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. വീഡിയോ ശരിക്കും എന്താണ് ഇതിൽ യൂസ്ഫുൾ ആയിട്ട്, എന്തെങ്കിലും ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം. അതേസമയം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.